ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ഡിഫറൻഷ്യബിലിറ്റിയിലെ ചെയിൻ റൂൾ ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഇതിൻ്റെ ആദ്യ വീഡിയോയിൽ നിങ്ങൾ അതിൻ്റെ കുറച്ച് സിമ്പിൾ പ്രോബ്ലംസ് പരിചയപ്പെട്ടതാണ് ചെയിൻ റൂളിൻ്റെത്. ഇവിടെ നമുക്കതിൻ്റെ ബാക്കിയുള്ള പ്രോബ്ലംസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കാം. ഡിഫറൻഷ്യേറ്റ് ടാൻ ഓഫ് സീക്ക് എക്സ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ്. ടാൻ സീക്ക് എക്സ് എന്നാണ് തന്നത്. അതിന് നമ്മൾ വൈ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. വൈ ഈക്വൽ ടു ടാൻ ഓഫ് സീക്ക് എക്സ്. അപ്പോൾ ടാൻജൻറ്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ സീക്കൻറ്റ് ഫംഗ്ഷനാണ് അല്ലേ. അപ്പോൾ ഇതൊരു കോമ്പോസിറ്റ് ഫംഗ്ഷനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സീക്ക് എക്സ് ആണല്ലോ ടാൻ്റെ ഉള്ളിലുള്ളത്. അതാണ് നമ്മൾ യു ആയിട്ട് എടുക്കുന്നത് അല്ലേ. കുട്ടി യു ഈക്വൽ ടു സീക്ക് എക്സ്. അപ്പോൾ വൈ എന്നുള്ളത് ടാൻ യു ആയി മാറും. സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് എന്നാണ്. ഡി വൈ ബൈ ഡി യു എന്താ വരിക? വൈയുടെ ഡെറിവേറ്റീവ്. വൈ ഇവിടെ ടാൻ യു ആണല്ലോ. അപ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് യു ടാൻ യുവിൻ്റെ ഡെറിവേറ്റീവ് ആണ് അല്ലേ. അത് സിക്സ് സ്ക്വയർ യു എന്ന് വരും. ഡി യു ബൈ ഡി എക്സ് അതായത് യുവിൻ്റെ ഡെറിവേറ്റീവ്. യു എന്ന് പറഞ്ഞാൽ സീക്ക് എക്സ്, എക്സിലുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവാണ് ഡി യു ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ. അതായത് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് ആണല്ലോ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ സിക്സ് സ്ക്വയർ യു ഇൻറ്റു സീക്ക് എക്സ് ടാൻ എക്സ്. അതാണ് അതിൻ്റെ ആൻസർ. ആ യു എന്നുള്ളത് മാറ്റി എഴുതുക. അതായത് സിക്സ് സ്ക്വയർ ഓഫ് സീക്ക് എക്സ് അല്ലേ. യു എന്ന് പറഞ്ഞാൽ സീക്ക് എക്സ് ആണല്ലോ. സിക്സ് സ്ക്വയർ ഓഫ് സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് ടാൻ എക്സ്. ഇങ്ങനെയാണ് ആൻസർ വരിക. നിങ്ങൾ എപ്പോഴും ഈ ചെയിൻ റൂളിൻ്റെ ഈ ഫോർമുല, അതായത് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് എന്നുള്ള കണ്ടീഷൻ എപ്പോഴും അപ്ലൈ ചെയ്യണമെന്നില്ല. ഡയറക്റ്റ് തന്നെ ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അതായത് ഈ എക്സാമ്പിളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, വൈ ഈക്വൽ ടു ടാൻ സീക്ക് എക്സ് എന്നല്ലേ. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ആദ്യത്തെ ഫംഗ്ഷൻ എന്താണ്? ടാൻജൻറ്റ് ഫംഗ്ഷനാണ്. അതിൻ്റെ ഉള്ളിലാണ് സീക്കൻറ്റ് ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ ടാനിൻ്റെ ഡെറിവേറ്റീവ് ആദ്യം അപ്ലൈ ചെയ്യുക. ടാനിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? സിക്സ് സ്ക്വയർ ആണല്ലോ. അപ്പോൾ സിക്സ് സ്ക്വയർ ഓഫ് സീക്ക് എക്സ് എന്ന് എഴുതുക. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് അതേപോലെ തന്നെ എഴുതുക. സീക്ക് സ്ക്വയർ ഓഫ് സീക്ക് എക്സ് ഇൻറ്റു പിന്നെ സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ്. സെക്കൻഡ് ഫംഗ്ഷൻ സീക്ക് എക്സ് അല്ലേ. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. അങ്ങനെ ഡയറക്റ്റ് ആൻസർ എഴുതാൻ പറ്റും. എനിക്ക് തോന്നുന്നു അതായിരിക്കും നല്ലത് എന്നുള്ളത്. ഈ എക്സാമ്പിൾ ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഡയറക്റ്റ് ആൻസർ തന്നെ എഴുതുന്നതായിരിക്കും. അടുത്ത പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് സൈൻ എ എക്സ് പ്ലസ് ബി. വൈ ഈക്വൽ ടു സൈൻ എ എക്സ് പ്ലസ് ബി. സോ ഡി വൈ ബൈ ഡി എക്സ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ഡയറക്റ്റ് ആൻസർ തന്നെയാണ്. സൈനിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് ആണല്ലോ. അപ്പോൾ ആൻസർ എന്താ വരിക? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു കോസ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു പിന്നെ എ എക്സ് പ്ലസ് ബി എന്നുള്ള ലീനിയർ ഫോം അല്ലേ സൈൻ ഫംഗ്ഷൻ ഉള്ളിലുള്ളത്. അപ്പോൾ എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് അതെന്താ വരിക? എ എന്നല്ലേ വരിക. കാരണം എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, ബിയുടെ ഡെറിവേറ്റീവ് 0 ആണല്ലോ. അപ്പോൾ എ എന്നാണ് എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് വരിക. അപ്പോൾ ആൻസർ എന്താ കിട്ടുക? എ ഇൻറ്റു കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി. ഇതാണ് ഡി വൈ ബൈ ഡി എക്സ്. കുറച്ചുകൂടി പ്രോബ്ലംസിലേക്ക് വരുമ്പോൾ അത് ഈസി ആവും എന്ന് തോന്നുന്നു. ഡിഫറൻഷ്യേറ്റ് സൈൻ കോസ് ഓഫ് എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്റ്റ് എക്സ്. അതായത് ഇവിടെ 3 ഫംഗ്ഷൻ്റെ കോമ്പോസിഷനാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. ആദ്യം സൈൻ ഫംഗ്ഷനാണ്, അതിൻ്റെ ഉള്ളിൽ കൊസൈൻ ഫംഗ്ഷൻ, അതിൻ്റെ ഉള്ളിൽ എക്സ് സ്ക്വയർ എന്നുള്ള ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണുള്ളത്. അപ്പോൾ ഇവിടെ ആക്ച്വലി ചെയിൻ റൂളിൻ്റെ കണ്ടീഷൻ പ്രകാരം ഇതെന്താ വരിക? നമ്മൾക്ക് യു എന്നുള്ളത് കോസ് എക്സ് സ്ക്വയർ ആണ് യു എന്ന് വരിക. ആ എക്സ് സ്ക്വയർ എന്നുള്ളതാണ് വി ആയിട്ട് വരിക അല്ലേ. വി ഈക്വൽ ടു എക്സ് സ്ക്വയർ വരും. അപ്പോൾ ഇത് ആക്ച്വലി വൈ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? സൈൻ യു എന്ന് എഴുതാൻ പറ്റും. കാരണം കോസ് എക്സ് സ്ക്വയറിനാണ് നമ്മൾ യു എന്നുള്ളത്. എക്സ് സ്ക്വയർ വി ആണ്, അതായത് യു ഈക്വൽ ടു കോസ് വി എന്ന് വരും. സോ വൈ ഈക്വൽ ടു സൈൻ യു എന്നാണ് വരിക, യുവും വിയും കൊടുക്കുമ്പോൾ. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി വി ഇൻറ്റു
ഡി വി ബൈ ഡി എക്സ് അല്ലേ, മൂന്ന് ടേമിൻ്റെ കോമ്പോസിഷനാണ്. ഡി വൈ ബൈ ഡി യു എന്താ വരിക, വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു. വൈ എന്നുള്ളത് എന്താണ്, സൈൻ യു ആണ് അല്ലേ, സൈൻ യു. സൈൻ യുവിൻ്റെ ഡെറിവേറ്റീവ് കോസ് യു എന്നാണ്. ഡി യു ബൈ ഡി വി എന്താ, യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വി. യു എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ് വി ആണ്. കോസ് വിയുടെ ഡെറിവേറ്റീവ് എന്താ, മൈനസ് സൈൻ വി അല്ലേ, വിത്ത് റെസ്പെക്ട് ടു വി അല്ലേ, അപ്പോൾ മൈനസ് സൈൻ വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. വി എന്ന് പറയുന്നത് എന്താണ്, എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് അതെന്താണ്, 2x ആണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരിക. അതിന് യുവും വിയും ഒക്കെ മാറ്റി കൊടുത്താൽ മതി. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് എന്നുള്ളത് ആദ്യം കൊടുക്കാം, നെഗറ്റീവ് ഉണ്ടല്ലോ അവിടെ. അപ്പോൾ മൈനസ് കോസ് ഓഫ് യു എന്നുള്ളത് കോസ് എക്സ് സ്ക്വയറിന് കൊടുക്കുക. അപ്പോൾ മൈനസ് കോസ് ഓഫ് കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ വി, അതായത് സൈൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു 2x എന്ന് വരും. ഇതാണ് ആൻസർ. ഇത് നിങ്ങൾക്ക് യുവും വി ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് എഴുതാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഫംഗ്ഷയുടെ സൈൻ അല്ലേ, സൈനിൻ്റെ ഉള്ളിലാണ് കൊസൈനും പിന്നെ അതിൻ്റെ ഉള്ളിലാണ് എക്സ് സ്ക്വയർ എന്നുള്ള പോളിനോമിയൽ വരുന്നത്. അപ്പോൾ ആദ്യം സൈനിൻ്റെ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യാം. സൈനിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് അല്ലേ. അപ്പോൾ കോസ് ഓഫ് കോസ് എക്സ് സ്ക്വയർ എന്ന് എഴുതുക, കോസ് ഓഫ് കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇത് കൊസൈൻ ഫംഗ്ഷനാണ്, കോസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ കോസിൻ്റെ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യുക. കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് സൈൻ ആണ് അല്ലേ, മൈനസ് സൈൻ. അപ്പോൾ മൈനസ് സൈൻ ഓഫ് എക്സ് സ്ക്വയറിന് എഴുതുക. പിന്നെ ഉള്ളത് അതിൻ്റെ ഉള്ളിൽ എക്സ് സ്ക്വയർ ആണുള്ളത്, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x എന്ന് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ആൻസറിലേക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും. യുവും വി ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആൻസറായിട്ട് എഴുതാൻ പറ്റും. ഇനി എല്ലാ കേസിലും അങ്ങനെ എഴുതുന്നതായിരിക്കും സൗകര്യം. അടുത്ത കേസ് നോക്കാം. ഡിഫറൻഷിയേറ്റ് സീക്ക് ടാൻ റൂട്ട് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇത് ഡയറക്റ്റ് ആൻസർ തന്നെ എഴുതിയിട്ടുണ്ട്. y ഈക്വൽ ടു സീക്ക് ടാൻ റൂട്ട് എക്സ്. ഇവിടെയും 3 ടേമാണുള്ളത് അല്ലേ, സീക്ക് ഫംഗ്ഷൻ, അതിൻ്റെ ഉള്ളിൽ ടാൻജൻറ്റ് ഫംഗ്ഷൻ, അതിൻ്റെ ഉള്ളിൽ റൂട്ട് എക്സ്, അങ്ങനെ 3 ടേംസാണുള്ളത്. 3 എണ്ണത്തിൻ്റെ കോമ്പോസിഷനായിട്ടാണ് ഇത് വരിക. ഡയറക്റ്റ് ആൻസർ ഡി വൈ ബൈ ഡി എക്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യം സീക്കിൻ്റെ ഡെറിവേറ്റീവാണ്. അപ്പോൾ സീക്ക് തീറ്റേൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, സീക്ക് തീറ്റ ടാൻ തീറ്റ അല്ലേ. അപ്പോൾ ഇവിടെ സീക്കിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, സീക്ക് ഓഫ്, പിന്നെ ബ്രാക്കറ്റിനുള്ളിലത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി, സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ടാൻ അല്ലേ, ടാൻ റൂട്ട് എക്സ് അല്ലേ. സീക്ക് തീറ്റേൻ്റെത് സീക്ക് തീറ്റ ഇൻറ്റു ടാൻ തീറ്റയാണ്. അപ്പോൾ സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ടാൻ ഓഫ് ടാൻ റൂട്ട് എക്സ് എന്ന് കൊടുക്കും ആദ്യം. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ടേം ടാൻജൻറ്റ് ഫംഗ്ഷനാണ്, ടാൻ റൂട്ട് എക്സ് ആണ്. അപ്പോൾ ടാനിൻ്റെ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യണം. ടാനിൻ്റെ എന്താണ്, സീക്ക് സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ സീക്ക് സ്ക്വയർ ഓഫ് റൂട്ട് എക്സ് എന്ന് എഴുതുക. പിന്നെ ഉള്ളത് റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവാണ്. റൂട്ട് എക്സിൻ്റെത് 1/2 റൂട്ട് എക്സ്. അത്രയും എഴുതിയാലേ ആൻസറായി. അപ്പോൾ എങ്ങനെയാണ് വരിക, ആദ്യം സീക്കിൻ്റെ ഡെറിവേറ്റീവാണ്, അതായത് സീക്കും ടാനും ആണ് സീക്കിൻ്റെ ഡെറിവേറ്റീവ്, സീക്ക് തീറ്റ ഇൻറ്റു ടാൻ തീറ്റ. അപ്പോൾ ഇവിടെ വരിക സീക്ക് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ടാൻ റൂട്ട് എക്സ് ഇൻറ്റു അടുത്തത് ടാനിൻ്റെ ഡെറിവേറ്റീവ്, അതായത് സീക്ക് സ്ക്വയർ അല്ലേ, സീക്ക് സ്ക്വയർ റൂട്ട് എക്സ് ഇൻറ്റു പിന്നെ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. അങ്ങനെയാണ് അത് ഡയറക്റ്റ് ആൻസറിലേക്ക് എഴുതുമ്പോൾ വരിക. 3 ഫംഗ്ഷനൊക്കെ ആകുമ്പോഴാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നത്. അടുത്തത് നോക്കാം. ഡിഫറൻഷിയേറ്റ് 2 റൂട്ട് ഓഫ് കോട്ട് ഓഫ് എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ്. y ഈക്വൽ ടു 2 റൂട്ട് കോട്ട് ഓഫ് എക്സ് സ്ക്വയർ. ദെൻ ഡിവൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 2 ഇൻറ്റു പിന്നെ ആ ഫംഗ്ഷൻ്റെ മാത്രം ഡെറിവേറ്റീവ് ചെയ്താൽ മതി അല്ലേ. 2 ഇൻറ്റു റൂട്ട് കോട്ട് എക്സ് സ്ക്വയർ. അതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് നമ്മൾക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും, ചെയിൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് റൂട്ട് കോട്ട് എക്സ് സ്ക്വയർ. ആദ്യം റൂട്ട് ഫംഗ്ഷനാണ്, അതിൻ്റെ ഉള്ളിൽ കോട്ട്, അതിൻ്റെ ഉള്ളിൽ എക്സ് സ്ക്വയർ, അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1/2 റൂട്ട് എക്സ് അല്ലേ. അപ്പോൾ റൂട്ട് കോട്ട് എക്സ് സ്ക്വയറിന് എന്ത് വരും, 1/2 റൂട്ട് കോട്ട് എക്സ് സ്ക്വയറിന് വരും, 1/2 റൂട്ട് കോട്ട് എക്സ് സ്ക്വയർ. പിന്നെയുള്ളത് കോട്ട് ഫംഗ്ഷനാണ്, കോട്ട് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവായി പിന്നെ വേണ്ടത്. അപ്പോൾ കോട്ടിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് കൊസീക് സ്ക്വയർ അല്ലേ. അപ്പോൾ ഇവിടെ വരിക ഇൻറ്റു മൈനസ് കൊസീക് സ്ക്വയർ ഓഫ് എക്സ് സ്ക്വയർ, അതങ്ങനെ തന്നെ എഴുതുക, മൈനസ് കൊസീക് സ്ക്വയർ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു
പിന്നെ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x എന്ന് വരും. അത്ര എഴുതിയാൽ അത് കംപ്ലീറ്റ് ആവും. ഇനി കോമൺ ടേം ഒക്കെ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യുക. അവിടെ 2 2 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉണ്ട്, അത് ക്യാൻസൽ ചെയ്തു. പിന്നെ ന്യൂമറേറ്ററിൽ അത് കൂടാതെ ഒരു 2 ഉണ്ട്, അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. -2x ഇൻറ്റു കൊസീക് സ്ക്വയർ ഓഫ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കോട്ട് എക്സ് സ്ക്വയർ. ഇതാണ് ആൻസർ കിട്ടുക. അപ്പോൾ ശ്രദ്ധിച്ചെഴുതുക. ആദ്യം 2 ഇൻറ്റു റൂട്ട് കോട്ട് എക്സ് സ്ക്വയറിൻ്റെതാണ്. റൂട്ട് എക്സിൻ്റെ കമ്പാരിസൺ ആണ് അവിടെ വരുന്നത്. റൂട്ട് എക്സിന് 1/2 റൂട്ട് എക്സ് എന്നാണ്. അപ്പോൾ ഇവിടെ വരിക 1/2 റൂട്ട് കോട്ട് എക്സ് സ്ക്വയർ. പിന്നെ കോട്ടിൻ്റെ ഡെറിവേറ്റീവ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇൻറ്റു കോട്ടിൻ്റെ എന്താ മൈനസ് കൊസീക് സ്ക്വയർ അല്ലേ. അപ്പോൾ മൈനസ് കൊസീക് സ്ക്വയർ ഓഫ് എക്സ് സ്ക്വയർ എന്ന് എഴുതുക. പിന്നെ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x എന്ന് എഴുതുക. അത്ര എഴുതിയാൽ അത് കംപ്ലീറ്റ് ആവും. എന്നിട്ട് അതിൻ്റെ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. നെക്സ്റ്റ് നോക്കാം. റൂട്ട് ഓഫ് സൈൻ ഓഫ് എക്സ് ക്യൂബ് വിത്ത് റെസ്പെക്ട് എക്സ്. ഇതും പറഞ്ഞ പോലെ തന്നെയാണ്. റൂട്ട് ഓഫ് അല്ലേ, റൂട്ട് ഫംഗ്ഷനാണ്. റൂട്ടിൻ്റെ ഉള്ളിൽ സൈന്, അതിൻ്റെ ഉള്ളിൽ എക്സ് ക്യൂബ്. അപ്പോൾ 3 ടേംസ് ആയിട്ട് വരും. സോ ഡിവൈഡ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, ആദ്യം റൂട്ട് എക്സിൻ്റെ കമ്പാരിസണിലേക്കാണ് എടുക്കുന്നത്. അപ്പോൾ എന്താ വരും? 1/2 റൂട്ട് ഓഫ് സൈൻ എക്സ് ക്യൂബ് എന്ന് എഴുതുക. പിന്നെ സൈനിൻ്റെ ഡെറിവേറ്റീവ് ആണ് അപ്ലൈ ചെയ്യുന്നത്. സൈനിൻ്റെ എന്താണ്? കോസ് ആണല്ലോ. അപ്പോൾ കോസ് ഓഫ് എക്സ് ക്യൂബ് എന്ന് എഴുതുക. പിന്നെ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ അങ്ങനെ വരും. സോ ഇനി അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യുക. അപ്പോൾ 3x സ്ക്വയർ കോസ് എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ 2 റൂട്ട് സൈൻ എക്സ് ക്യൂബ് ഇങ്ങനെ വരും. നെക്സ്റ്റ് ഡിഫറൻഷ്യേറ്റ് റൂട്ട് ഓഫ് 1 - 2x സ്ക്വയർ വിത്ത് റെസ്പെക്ട് എക്സ്. ഇതെല്ലാം റൂട്ടാണ്. ഈ 3 ആയി അങ്ങനെ അല്ലേ, റൂട്ടിൻ്റെ തന്നെ വരുന്നത്. അപ്പോൾ റൂട്ട് എക്സിൻ്റെ കമ്പാരിസൺ ആണ് ഇവിടെ ആദ്യം വരുന്നത്. റൂട്ട് എക്സിൻ്റെത് 1/2 റൂട്ട് എക്സ് എന്ന് പറയുന്നത് പോലെ ഡിവൈഡ് ബൈ ഡി എക്സ് എന്ത് വരും? 1/2 റൂട്ട് 1 - 2x സ്ക്വയർ അല്ലേ, റൂട്ടിനുള്ളിലുള്ളത് അതുപോലെ എഴുതാം. ഇൻറ്റു പിന്നെ റൂട്ടിനുള്ളിലുള്ള ടേമിൻ്റെ ഡെറിവേറ്റീവ് ആണ്. 1 - 2x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 അല്ലേ 1ൻ്റെത്. 0 - 2 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x അങ്ങനെ വരും. അപ്പോൾ ഇവിടെ 0 - 4x എന്നാണ് അല്ലേ. അതിൽ ഡിനോമിനേറ്ററിൽ 2 ന്യൂമറേറ്ററിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ -2x ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 - 2x സ്ക്വയർ എന്നാണ് ആൻസർ വരിക. അപ്പോൾ ഇത് 3 റൂട്ടിലുള്ള ഒരേപോലത്തെ ടേം ഫങ്ഷൻസാണ് വന്നത്. അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം. നെക്സ്റ്റ് ഡിഫറൻഷ്യേറ്റ് സൈൻ ക്യൂബ് എക്സ് വിത്ത് റെസ്പെക്ട് എക്സ്. സൈൻ എക്സിൻ്റെ 3rd പവർ അല്ലേ. അപ്പോൾ ഇവിടെ ചെയിൻ റൂൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക? നമ്മൾ ഏതുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്? ഏത് സ്റ്റാൻഡേർഡ് ഡെറിവേറ്റീവ് ആയിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്? ഇവിടെ സൈൻ എക്സിൻ്റെ 3rd പവറാണ് സൈൻ ക്യൂബ് എക്സ് എന്ന് എഴുതുന്നത് അല്ലേ. അപ്പോൾ എക്സ് ക്യൂബിൻ്റെ ഡിഫറൻസിയേഷൻ എന്താണോ അതേ കമ്പാരിസൺ ആണ് ഇവിടെ വരുന്നത്. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 3x സ്ക്വയർ എന്നാണ്. അപ്പോൾ സൈൻ ക്യൂബ് എക്സിൻ്റെ എന്താ വരിക? 3 സൈൻ സ്ക്വയർ എക്സ് എന്ന് വരും. എക്സ് ക്യൂബിൻ്റെ 3x സ്ക്വയർ എന്ന് പറയുന്നത് പോലെ സൈൻ ക്യൂബ് എക്സിൻ്റെത് 3 സൈൻ സ്ക്വയർ എക്സ് എന്ന് വരും. പിന്നെ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എക്സിൻ്റെ എന്ത് വരും? കോസ് എക്സ് എന്ന് വരും. അങ്ങനെയാണ് ഇവിടെ ഡിവൈഡ് ബൈ ഡി എക്സ് വരുന്നത്. 3 സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവായ കോസ് എക്സ്. അതാണ് ചെയിൻ റൂളിൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരിക. അല്ലേ നിങ്ങളിവിടെ സൈൻ എക്സിന് യു കൊടുത്തിട്ട് യു ക്യൂബ് എന്നൊക്കെ എഴുതിയിട്ട് ആ കണ്ടീഷനിൽ കൊടുക്കേണ്ടി വരും. നെക്സ്റ്റ് ഡിഫറൻഷ്യേറ്റ് കോസ് ഓഫ് എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5 വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ തന്നിരിക്കുന്നത് 2 ഫങ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണുള്ളത് അല്ലേ. കോസ് എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5 അങ്ങനെ 2 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ അതിന് y കൊടുത്തിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം അല്ലേ. പ്രോഡക്റ്റ് ആകുമ്പോൾ പ്രോഡക്റ്റ് റൂൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ യൂസിങ് പ്രോഡക്റ്റ് റൂൾ ഡെറിവേറ്റീവ് ഡിവൈഡ് ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഫസ്റ്റ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ടേം. അതാണല്ലോ ആദ്യം വരുന്നത്. അപ്പോൾ കോസ് എക്സ് ക്യൂബാണ് ഫസ്റ്റ് ടേം. കോസ് എക്സ് ക്യൂബ് ഇൻറ്റു
രണ്ടാമത്തെ ടേമായ സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5ൻ്റെ ഡെറിവേറ്റീവാണ്. അതെങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പം ഞാൻ മുകളിൽ പറഞ്ഞ എക്സാമ്പിൾ ഉള്ളതുപോലെയാണ്. സൈൻ ഓഫ് എക്സ് റേസ് ടു 5ൻ്റെ സെക്കൻഡ് പവറിനെയാണ് സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ വരിക. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് ആദ്യം എന്ത് വരും? 2 സൈൻ എക്സ് റേസ് ടു 5 എന്ന് വരും. പിന്നെയുള്ളത് സൈൻ എക്സ് റേസ് ടു 5ൻ്റെ ഡെറിവേറ്റീവാണ്. അതെന്ത് വരും? കോസ് ഓഫ് എക്സ് റേസ് ടു 5. പിന്നെ എക്സ് റേസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യുന്നു. അതെന്താ? 5x². ഇത്ര എഴുതിയാലാണ് ആ ടേം കംപ്ലീറ്റ് ആവുക. അപ്പോൾ എങ്ങനെയാണ്? ആദ്യം സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ അത് ഒരു ടേമിൻ്റെ സെക്കൻഡ് പവറാണത്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x എന്ന് പറയുന്നത് പോലെയാണ് ആദ്യം വരിക. അപ്പോൾ 2 സൈൻ എക്സ് റേസ് ടു 5 ഇൻറ്റു പിന്നെ സൈൻ ഡെറിവേറ്റീവ് കൊടുക്കണം. അതായത് കോസ് എക്സ് റേസ് ടു 5 ഇൻറ്റു എക്സ് റേസ് ടു 5ൻ്റെ ഡെറിവേറ്റീവായ 5x റേസ് ടു 4. ഇത്രയും അപ്ലൈ ചെയ്താലേ അത് കംപ്ലീറ്റ് ആവും. പ്ലസ് അടുത്തത് എന്താ? സെക്കൻഡ് ടേം ഇൻറ്റു ഫസ്റ്റ് ടേമിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ. ആദ്യം ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേമിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് ടേം, അതായത് സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5 ഇൻറ്റു ഫസ്റ്റ് ടേമിൻ്റെ ഡെറിവേറ്റീവ്, അതായത് കോസ് ഓഫ് എക്സ് ക്യൂബ് അല്ലേ. കോസിൻ്റെ ഉള്ളിലാണ് എക്സ് ക്യൂബ്. അപ്പോൾ കോസിൻ്റെ ഡെറിവേറ്റീവാണ് നമ്മൾ ആദ്യം കൊടുക്കുക. അതെന്താണ്? മൈനസ് സൈൻ ഓഫ് എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x². ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയായി പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചിട്ട് നമ്മളിത് കംപ്ലീറ്റ് ആക്കി. ഇനി അതൊന്നുകൂടി ഒന്ന് സിംപ്ലിഫിക്കേഷൻ കൊടുത്ത് റീറൈറ്റ് ചെയ്യാം. അപ്പോൾ എന്താ വരിക? ഈ ഫസ്റ്റ് ടേമിലേക്ക് കോൺസ്റ്റൻ്റ് ഒക്കെ ഉണ്ട്. 2 ഇൻറ്റു 5 ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അത് 10 എന്ന് വരും. 10 ഇൻറ്റു എക്സ് റേസ് ടു 4 ഇൻറ്റു പിന്നെയുള്ളത് കോസ് എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ എക്സ് റേസ് ടു 5 ഇൻറ്റു കോസ് എക്സ് റേസ് ടു 5. അത്രയും ടേമാണ്. പിന്നെ രണ്ടാമത്തെ ടേമിൽ ഒരു നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ഇവിടെ പ്ലസ് ഉള്ളിടത്ത് മൈനസ് ആക്കാം. മൈനസ് 3x² ഇൻറ്റു സൈൻ ഓഫ് എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5. ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക പ്രോഡക്റ്റ് റൂള് പ്രകാരം. അതുപോലെ 10th ക്വസ്റ്റ്യൻ. ഇതെല്ലാം ചെയിൻ റൂളിൻ്റെ ആപ്ലിക്കേഷനാണ് ഇതിലെല്ലാം വരുന്നത് അല്ലേ. നെക്സ്റ്റ്, ഡിഫറൻഷ്യേറ്റ് സൈൻ എക്സ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ കോസ് സി എക്സ് പ്ലസ് ഡി. ഇത് രണ്ട് ടേംസിൻ്റെ ഡിവിഷനാണ്. സോ യൂസിങ് കോഷ്യൻ്റ് റൂൾ അല്ലേ. കോഷ്യൻ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഡിവൈ ബൈ ഡി എക്സ് എന്താണ്? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. അങ്ങനെയാണ് സ്റ്റാർട്ടിങ് അല്ലേ. അപ്പോൾ കോസ് സി എക്സ് പ്ലസ് ഡി ഇൻറ്റു സൈൻ എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവാണ്. അതെന്താ? കോസ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു പിന്നെ എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് അല്ലേ. അത് ചെയിൻ റൂളിൽ വരുന്നതാണ്. എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എന്താ? എ എന്നല്ലേ വരിക. എ ഇൻറ്റു 1, അതായത് എ തന്നെ വരും. മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എന്നാണ്. ന്യൂമറേറ്റർ എന്താ? സൈൻ എ എക്സ് പ്ലസ് ബി ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് കോസ് സി എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? മൈനസ് സൈൻ സി എക്സ് പ്ലസ് ഡി ഇൻറ്റു സി എക്സ് പ്ലസ് ഡിയുടെ ഡെറിവേറ്റീവ്, അത് സി എന്ന് വരും, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ, അതായത് കോസ് സ്ക്വയർ സി എക്സ് പ്ലസ് ഡി എന്ന് എഴുതിയാൽ മതി. ഇനി അത് ജസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്യാം. കോൺസ്റ്റൻ്റ് ആദ്യം എഴുതാം. എ എന്നുള്ളൊരു കോൺസ്റ്റൻ്റ് ഉണ്ടല്ലോ ആദ്യത്തെ ടേമിൽ. അപ്പോൾ എ കോസ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു കോസ് സി എക്സ് പ്ലസ് ഡി. മൈനസും ഇവിടെ ഒരു മൈനസും ഉണ്ട്, രണ്ട് മൈനസ് ഉണ്ട്. അപ്പോൾ അത് പ്ലസ് ആയി. പ്ലസ് സി എന്നുള്ള കോൺസ്റ്റൻ്റ് ആദ്യം എഴുതാം. സി സൈൻ എ എക്സ് പ്ലസ് ബി ഇൻറ്റു സൈൻ സി എക്സ് പ്ലസ് ഡി ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ സി എക്സ് പ്ലസ് ഡി. ഇതാണ്. ഇതിന് ഇനി കൂടുതൽ സിംപ്ലിഫിക്കേഷൻ സാധ്യമല്ല, ഇത്രയേ പറ്റുള്ളൂ. അപ്പോൾ അത് അങ്ങനെ തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക, ഡിവൈ ബൈ ഡി എക്സ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ചെയിൻ റൂളിൻ്റെ ആപ്ലിക്കേഷൻ പ്രകാരമുള്ള പ്രോബ്ലംസ് ഉള്ളത്. ഇനി മോർ പ്രോബ്ലംസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം ചെയ്ത് നോക്കാം. ചെയിൻ റൂൾ എത്രയധികം ചെയ്യുന്നോ അത്രയും അത് ഈസി ആയിട്ട് വരും. കൂടുതൽ അതിന് വേണ്ടി ട്രൈ ചെയ്താൽ മാത്രമേ ഇത് കൂടുതൽ സിമ്പിളായി വരികയുള്ളൂ. അപ്പോൾ കുട്ടികളത് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.